നിങ്ങളെല്ലാവരും ഇവിടെ ഇരിക്കുന്നത് ഞങ്ങൾ പറയണ കേൾക്കാനല്ലെന്നറിയാം. സോ നമുക്കിനി ഇവർക്ക് എന്താ പറയാനൊന്ന് കേൾക്കണ്ടേ? അപ്പോൾ മൈക്ക് നമ്മൾ ശബരീഷ് വർമ്മക്ക് പാസ് ചെയ്തു. ഒരുപാട് സന്തോഷമുണ്ട്. ക്രൈസ്റ്റ് കോളേജിൽ എനിക്ക് പണ്ട് അഡ്മിഷൻ കിട്ടിയതാണ്. പക്ഷേ എൻ്റെ ക്ലാസ്മേറ്റ്സിൻ്റെ വേറെ കോളേജിലാണ് ഞാൻ ആ കോളേജിലേക്ക് പോയി പഠിച്ചു. ഇവിടെ വന്നപ്പോൾ തന്നെ ഒരുപാട് സന്തോഷമുണ്ട്. ഇതൊക്കെ ഇങ്ങനെ ഒരുപാട് പാട്ടുകൾ ചെയ്യുന്ന ഒരു കോളേജ്. ഇവിടെ വന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പം ഞങ്ങൾ എത്ര വന്നതെന്ന് മനസ്സിലായില്ലേ? എന്തിനാ? ഞങ്ങൾക്ക് വേറെ പണിയില്ലാത്തതുകൊണ്ടല്ല. എന്തിനാ? സാഹസം ഒന്ന് ഓർക്ക പറഞ്ഞത് എന്താ ജീവനില്ലാണ്ടിരിക്കണേ? ഓഗസ്റ്റ് 8-ാം തീയതി എന്താ സംഭവിക്കാൻ പോണേ? സാഹസം എന്ന് പറഞ്ഞ സിനിമ ഈസി, അല്ലാണ്ട് സാഹസം വിചാരിക്കും. ഇനി ഒരുപാട് ഈ സിനിമയെ കുറിച്ച് ഇവിടെ സിനിമയുടെ ടീച്ചർ കാണിക്കും. നമ്മളെ പാട്ട് നിങ്ങളെല്ലാവരും കണ്ടു. ഡാൻസ് റംസാൻ ഇനി തലവത്തി പറയുന്ന പരിപാടി റംസാൻ തോന്നിയിട്ടുണ്ട്. അപ്പൊ അതിനൊക്കെ മുമ്പ് എനിക്ക് പറയേണ്ടതായിട്ടുള്ള ഇത് ഒരു റൊമാൻറ്റിക് എന്റർടൈൻമെന്റ് ഡ്രാമ എന്ന് പറഞ്ഞത് ഇടയ്ക്ക് മനസ്സിലാക്കി. അതാണ് ഈ സിനിമ. ഈ സിനിമയിൽ ഒരുപാട് ആൾക്കാർ, ഞങ്ങളിരിക്കുന്ന ആൾക്കാർ മാത്രമല്ല, ഒരു പെൺതരി മാത്രമല്ല, വേറെ ഫീമെയിൽ ആർട്ടിസ്റ്റുകളുണ്ട്. എന്നോട് എന്തോ പറയണ്ടല്ല. തൊണ്ട കോഴിക്കോട് മലപ്പുറത്ത് തൊണ്ട ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ നമുക്ക് ഇനി ഞാൻ ആദ്യം കൈമാറില്ല. നിങ്ങൾ പറയുന്ന ഞാൻ കൊണ്ടുപോകും, പറ്റില്ല ഞാൻ വീട്ടിൽ കൊണ്ടുപോകും. കൊടുക്കില്ല. അപ്പോ നിങ്ങൾക്ക് മൈക്കിന്റെ തട്ടോ മൈക്ക് തട്ടോ. ഹലോ. ബേസിക്കലി സ്റ്റേജിൽ കയറി സംസാരിക്കാൻ പേടിയൊന്നുമില്ല. പക്ഷെ പടം റിലീസാവുന്നത് ഡേറ്റിംഗ് അടുത്ത് വരുമ്പോൾ കുറച്ച് പേടി മനസ്സിലുണ്ട്. അതുകൊണ്ടാണ് കുറച്ച് വലുത് നിൽക്കുന്നത്. നിങ്ങളെല്ലാവരും ഓഫീസർ ഓൺ ഡ്യൂട്ടി തിയേറ്ററിൽ പോയി കണ്ടു എന്ന് വിശ്വസിക്കുന്നു. കണ്ടോ? താങ്ക് യു. സോ എന്നെ പോലെ ഒരു ആർട്ടിസ്റ്റിന് ആസ് എ ഡാൻസർ ഞാൻ പണ്ട് തൊട്ട് ഡാൻസാണ് ഫോളോ ചെയ്ത് കൊണ്ടിരിക്കുന്നത്. അതിനുശേഷം ചെറിയ സിനിമകളിൽ ഇങ്ങനെ ചെറിയ വേഷങ്ങളൊക്കെ ചെയ്തു. ഒരു സിനിമ പോലും എന്നെ ഇങ്ങോട്ട് ഇതുവരെ വന്നിട്ടില്ല. ഞാൻ അങ്ങോട്ട് ഓഡിഷന് പോയി അറ്റൻഡ് ചെയ്തിട്ടാണ് സിനിമകളിലൊക്കെ അഭിനയിച്ചിട്ടുള്ളത്. സോ അങ്ങനെ ഡീഫോ ഡാൻസൊക്കെ കഴിഞ്ഞപ്പോഴായിരുന്നു ഞാൻ വേറൊരു സാഹസം ചെയ്തത്. ഞാൻ ഏഷ്യാനിലെ ബിഗ് ബോസിൽ പോയി. അപ്പോൾ അവിടെ പോയപ്പോഴും പലരും എടുത്ത് പറഞ്ഞു പോകണ്ട, അവിടെ പോയി കഴിഞ്ഞാൽ നെഗറ്റീവ്സ് ഉണ്ടാവും, പോസിറ്റീവ്സ് ഉണ്ടാവും. ഇതൊക്കെ മനസ്സിലാക്കി തന്നെയാണ് പോയത്. പക്ഷെ ഞാൻ അവിടെ പോകാനുള്ള കാരണം ഈ മൈക്ക് ശരിയല്ല. ഇപ്പം ഞാനവിടെ പോകാനുള്ള പ്രധാന കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്കിൽസ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് അവിടെ പോർട്രേ ചെയ്യുക, നാലാൾ അറിയുക, ഏതെങ്കിലും സിനിമയിൽ എന്നെ അങ്ങോട്ടൊന്ന് വിളിക്കുക എന്നുള്ളൊരു പരിപാടിയാണ്. സോ അങ്ങനെ അതിൽ നിന്ന് ഇറങ്ങി സക്സസ് ആയിട്ടാണ് ഞാൻ ഭീഷ്മപർവ്വതത്തിൽ രതിപുഷ്പം എന്ന് പറയുന്ന പാട്ട് ചെയ്യുന്നത്. അതെല്ലാവരും കണ്ടില്ലേ?
അപ്പോൾ അവിടുന്ന് തുടങ്ങിയ ജേർണിയാണ്. ഇപ്പോൾ അതിലൊരു പാട്ടിന് മാത്രമായിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് റൈഫിൾ ക്ലബ് എന്ന് പറയുന്ന പടത്തിൽ കുറച്ചും കൂടി എന്താ പറയുക ഡ്യൂറേഷനുള്ള ഒരു ക്യാരക്ടർ തന്നെ ചെയ്തു. അതിനുശേഷമാണ് ഓഫീസർ ഡ്യൂട്ടി ചെയ്യുന്നത്. അതിലാണ് ആദ്യമായിട്ട് ഞാൻ ഡാൻസ് അല്ലാത്തൊരു ക്യാരക്ടർ പോർട്രേ ചെയ്തത്. അതിനുശേഷം ഇതിൽ നായകനാണോന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ, കാരണം അത് പറയാനുള്ള ധൈര്യം എനിക്കില്ല. എൻ്റെ കൂടെ പോസ്റ്ററിൽ കാണുന്ന പോലെ ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട്. എല്ലാവരുടെയും സിനിമയാണിത്. സോ സിനിമയുടെ ആദ്യം തൊട്ട് അവസാനം വരെ ഞാൻ ഉള്ളൊരു പടമാണ്. അതിൻ്റെ ഒരു റിസ്ക്കും കൂടി അതിൻ്റെ ഒരു പേടി കൂടി എനിക്ക് പടത്തിലുണ്ട്. പക്ഷെ എല്ലാവരും തിയേറ്ററിൽ പോയി സിനിമ കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പ്ലീസ് താങ്ക് യു. ഇനി ആർക്കാ മൈക്ക് കൊടുക്കണ്ടേ? ആപത്തിലേക്കാണ് നിങ്ങൾ പോകുന്നത്. മൈക്ക് കൊടുത്ത അവൻ തരൂല. പിന്നെ ജീവ മതിയോ? ഹലോ ക്രൈസ്റ്റ്. സന്തോഷം. ഈ ചീത്തപ്പനിയെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഈ കോഡ് നടന്ന എല്ലാ കോളേജിലും ഇങ്ങനെ ചെറവറാന്ന് ഇതുകൊണ്ട് ഏതെങ്കിലും പറഞ്ഞ് ഭ്രാന്തുണ്ട് കേട്ടോ നല്ലോണം. മൈക്കെടുത്ത് പണ്ടത്തെ പോലെ സംസാരിക്കാൻ പറ്റുന്നില്ല. ഹലോ അത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കണക്ഷൻ കിട്ടുമ്പോൾ നേരത്തെ റംസാൻ എന്ന റിലീസിനെ വെച്ചപ്പോൾ എടപ്പള്ളി റിലീസിന് ഞാൻ നിങ്ങൾ പറയുന്നത് കേട്ടത്. എല്ലാവരും ഒരു സാഹസമാണ്. ഓഗസ്റ്റ് 8 റിലീസാകാൻ പോകുന്നത്. റംസാൻ നേരത്തെ ഒരു കഥ പറഞ്ഞു. ഡിഫോ ഡാൻസ് കഴിഞ്ഞ് ബിഗ് ബോസ് കഴിഞ്ഞ് സാഹസത്തിലെത്തിയ കഥ. അതേപോലെ തന്നെ ഇവിടെ ഇരിക്കുന്ന ഓരോ ആർട്ടിസ്റ്റുകൾക്കും ഓരോരോ കഥകൾ പറയാനുണ്ട്. സൂര്യ മ്യൂസിക്കിൽ നിന്ന് സരിഗമയിൽ നിന്ന് സാഹസത്തിൽ വന്നൊരു കഥ എനിക്ക് പറയാനുണ്ട്. ഞാൻ എന്നെയും ആരും ഇങ്ങോട്ടൊന്ന് വിളിച്ചിട്ടില്ല. ഒരു സിനിമയ്ക്ക് ഞാനും പുറകെ നടന്ന് പോയി ഒരു വേഷം എന്താ എന്ന് പറഞ്ഞ് അങ്ങനെയാണ് ഇവിടെ ഒട്ടുമിക്ക എല്ലാ ആർട്ടിസ്റ്റുകളും 24 ഗ്രാംസ് എന്ന് പറഞ്ഞ സിനിമയുടെ ബിഗിനാണ് ഈ സിനിമയുടെയും എഴുത്തും ഡയറക്ഷനും. അപ്പോൾ അത് പ്ലാൻ ചെയ്തപ്പോൾ മുതൽ ഇതിൻ്റെ പുറകിൽ തന്നെ കൂടി ഏത് കാസ്റ്റിനും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയാലും ആദ്യം പറഞ്ഞ റോണി എന്നുള്ള ക്യാരക്ടർ അതിൻ്റെ അടുത്തൊന്ന് കൊണ്ടുപോകരുതെന്ന് പറഞ്ഞു. ബിബി പറഞ്ഞ വാക്ക് പാലിച്ചു. റോണി എന്ന് പറഞ്ഞ ക്യാരക്ടറാണ് പറയുന്നത്. റോണിയെ നിങ്ങൾ ഓഗസ്റ്റ് 8 സാഹസം എന്ന് പറഞ്ഞ സിനിമയിൽ കാണുന്നത്. നേരത്തെ സർവീസ് പറഞ്ഞ പോലെ ഒരു റൊമാൻറ്റിക് എന്റർടൈൻമെന്റ് ഡ്രാമ. എന്നെ ഞങ്ങൾ പറയുന്നതേ ഉള്ളൂ. ഇതിൽ റംസാൻ അല്ലാതെ ഇവിടെ ഇരിക്കുന്ന ഒരുത്തനും ഒരു റൊമാൻസ് ഇല്ല. അവൻ ഒറ്റയ്ക്ക് ആ റൊമാൻസ് മുഴുവൻ എടുത്തു. ഞങ്ങൾക്ക് ഇടി ചവിട്ട് ആട്ടുംതുപ്പ് ഇതൊക്കെയാണ് ഞങ്ങൾക്കുള്ളത്. ഒരു രാത്രി മുഴുവൻ നടന്ന് ഇടി കൊള്ളണം. അവിടെ മിസ്റ്റർ റംസാൻ വല്ലാണ്ട് സ്കോർ ചെയ്തിട്ടുണ്ട്. ഇത് റംസാൻ പറഞ്ഞത് എല്ലാവരുടെ സിനിമയാണെന്ന് പറഞ്ഞു. പക്ഷേ ഞങ്ങൾ പറയുന്നത് ഇത് റംസാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്ന ഒരു സിനിമയാണ്. ഇത് റംസാന്റെ സിനിമയായിട്ട് കാണാനാണ് ഞങ്ങൾക്കൊക്കെ ഇഷ്ടം. ആസ് ആൻ ആക്ടർ ഇവിടെ നിൽക്കുന്ന റംസാനെ ഒരു പടി മുകളിൽ സാഹസം പ്ലേസ് ചെയ്യും എന്ന് വിശ്വസിക്കാനാണ് എനിക്ക് ഇഷ്ടം. നിങ്ങൾ വിചാരിച്ചാൽ ഓഗസ്റ്റ് 8 ഇവിടെ ഇരിക്കുന്ന നേരത്തെ ബഹുമാനപ്പെട്ട അച്ഛൻ പറഞ്ഞ പോലെ, അച്ഛനാണോ പറഞ്ഞ സാറാണോ പറഞ്ഞേ? അത് രണ്ടുപേരും പറഞ്ഞ പോലെ നിങ്ങൾ ഓഗസ്റ്റ് 8 തിയേറ്ററിൽ പോയിട്ട് കാണണം. ഇവിടെ തരുന്ന കൈയടി, ഇവിടെ തരുന്ന ഈ ഒരു വെൽക്കമിങ് ഞങ്ങൾക്ക് തിയേറ്ററിൽ കിട്ടിയാൽ നിങ്ങൾ രക്ഷപ്പെടും. എനിക്ക് ഒത്തിരി സന്തോഷമുള്ള കാര്യം ക്രൈസ്റ്റ് എന്ന് പറഞ്ഞപ്പോൾ സിനിമയായിട്ട് അത്രയധികം ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു ക്യാമ്പസ് ആണെന്ന് ഇവിടെ വന്നപ്പോൾ ക്രൈസ്റ്റിനെ കുറച്ചുകൂടെ അടുത്ത് അറിഞ്ഞപ്പോഴാണ് മനസ്സിലായത്. സാധാരണ കോളേജുകാർ ഇവന്റ് നടത്തുമ്പോൾ ഒരു പ്രൊമോഷൻ ടീമിനെ വിളിച്ച് അവരെ കൊണ്ട് സിനിമയുടെ കാര്യം സംസാരിപ്പിച്ച് പറഞ്ഞു വിടുക എന്നുള്ളതിനപ്പുറം നിങ്ങൾ പഠിക്കാനുള്ള സമയം മുതൽ ആക്റ്റീവായിട്ട് സിനിമയെ കുറിച്ച് സംസാരിക്കുന്ന, സിനിമയെ ആഘോഷിക്കുന്ന, സിനിമ ചർച്ച ചെയ്യുന്ന ഒരു ക്യാമ്പസിൽ വന്ന് ഞങ്ങളുടെ സിനിമയെ പറ്റി സംസാരിക്കാൻ സാധിച്ചത് വലിയൊരു അനുഗ്രഹമായിട്ട് കാണുന്നു. താങ്ക് യു സോ മച്ച് ക്രൈസ്റ്റ്. അപ്പോൾ ഓഗസ്റ്റ് 8 നിങ്ങൾ എല്ലാവരും തിയേറ്ററിൽ പോയി കാണും. ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ കൂട്ടുകാരോടും ഫ്രണ്ട്സിനോടും ഫാമിലിയോടും പറയും. ഈ സിനിമയെ നിങ്ങൾ സംസാരിച്ചൊരു വലിയ സിനിമയാക്കും എന്നുള്ള പ്രതീക്ഷയിൽ ഞാൻ നിർത്തുന്നു. താങ്ക് യു സോ മച്ച് ക്രൈസ്റ്റ്. ബൈ.